ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു ചർച്ച മാത്രമേ ഉള്ളൂ. ആർക്ക് കിട്ടി, ആർക്ക് പോയി. 2026-27 കേന്ദ്ര ബജറ്റ് പുറത്തു വരുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ കൈവശമുള്ള ആ സഹായ നിധിയിലേക്കാണ്. പണ്ട് പാകിസ്ഥാനെ വെട്ടിച്ച് മധ്യേഷ്യയിലേക്ക് ഇന്ത്യ തുറന്ന ആ മാന്ത്രിക വാതിൽ ചബഹാർ തുറമുഖം. പക്ഷേ ഇത്തവണത്തെ ബജറ്റ് വന്നപ്പോൾ ഇറാൻ ഞെട്ടിയിരിക്കുകയാണ്. ഒരൊറ്റ രൂപ പോലും ചബഹാറിനായി ഇന്ന് നീക്കി വെച്ചിട്ടില്ല. ഇത് വെറും ഒരു കണക്ക് പുസ്തകത്തിലെ കുറവല്ല, അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ തന്ത്രപരമായി പിന്നോട്ട് പോയതുമല്ല. ബംഗ്ലാദേശിന്റെ വിഹിതം പകുതിയൊക്കെ കുറച്ചതും ഭൂട്ടാന് വാരിക്കോരി കൊടുത്തതും എന്തിനാണ്? ഇന്ത്യയുടെ ഈ പുതിയ നയതന്ത്ര നീക്കങ്ങളുടെ രഹസ്യം അറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ ചബഹാർ തുറമുഖം വെറും ഒരു ബിസിനസ് കേന്ദ്രമല്ല, പാകിസ്ഥാനെ തൊടാതെ അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും ചരക്ക് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഏക പോർട്ടലാണ്. കഴിഞ്ഞ ബജറ്റിൽ പോലും 400 കോടി രൂപ ഇതിനു വേണ്ടി വകയിരുത്തിയിരുന്നു. എന്നാൽ ഇത്തവണ അവിടെ വലിയൊരു സീറോ ആണ് ഇന്ത്യ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇതിന് പിന്നിൽ വലിയൊരു അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ടെന്ന് വ്യക്തമാണ്. വൈറ്റ് ഹൗസിലേക്ക് തിരിച്ചെത്തിയ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇറാൻ വിരുദ്ധ നിലപാടുകൾ ഇന്ത്യയെ സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഇറാനുമായി വ്യാപാരം നടത്തുന്നവർക്ക് 25% വരെ അധിക നികുതി ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണി ഇന്ത്യ കണ്ടില്ലെന്ന് നടിക്കില്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. കൂടാതെ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പകരം വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ നീക്കവും ഇതിനോട് ചേർത്ത് വായിക്കണമെന്നും പറയുന്നു. ചബഹാറിൽ ഇന്ത്യ 10 വർഷത്തെ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആഗോള സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ത്യ നടത്തുന്ന തന്ത്രപരമായ പിൻവാങ്ങലാണോ ഇത് എന്നാണ് വിദഗ്ധർക്കിടയിൽ വലിയ ചർച്ച. അതേസമയം ഇറാൻ വിഷമിക്കുമ്പോൾ സന്തോഷിക്കാൻ മറ്റൊരാളുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട അയൽക്കാരനായ ഭൂട്ടാൻ. ഇന്ത്യയുടെ സഹായം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഇത്തവണയും ഭൂട്ടാനാണ്. ഏകദേശം 2288 കോടി രൂപ ഇന്ത്യ അവർക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. ചൈനയുടെ കണ്ണു പതിഞ്ഞിരിക്കുന്ന ഹിമാലയൻ അതിർത്തിയിൽ ഭൂട്ടാനെ ചേർത്ത് പിടിക്കേണ്ടത് ഇന്ത്യയുടെ സുരക്ഷ ആവശ്യമാണ്. അടിസ്ഥാന സൗകര്യ വികസനം, ജലവൈദ്യുത പദ്ധതികൾ എന്നിവയിലൂടെ ഭൂട്ടാനെ ഇന്ത്യയോട് ചേർത്ത് നിർത്താനാണ് ഈ ഭീമമായ തുക ലക്ഷ്യമിടുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ബംഗ്ലാദേശിന് നൽകുന്ന തുകയിൽ വൻ കുറവാണ്. കഴിഞ്ഞ വർഷം 120 കോടി രൂപ പ്രഖ്യാപിച്ചിരുന്ന സ്ഥാനത്ത് ഇത്തവണ വെറും 60 കോടി രൂപ മാത്രമാണ് വകയിരുത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റങ്ങളും അവിടെ നിലനിൽക്കുന്ന അനിശ്ചിതാവസ്ഥയും ഇന്ത്യയുടെ ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. കൂടാതെ മറ്റ് അയൽ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ മനോഭാവം നോക്കാം. നേപ്പാളിന് 800 കോടി രൂപ, മാലദ്വീപിന് 550 കോടി രൂപ, ശ്രീലങ്കയ്ക്ക് 400 കോടി രൂപ, അഫ്ഗാനിസ്ഥാന് 150 കോടി, കൂടാതെ മ്യാൻമറിന് 300 കോടി. ആകെ മൊത്തം 5686 കോടി രൂപയാണ് വിവിധ രാജ്യങ്ങൾക്കായി ഇന്ത്യ മാറ്റിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിൽ 5483 കോടിയേക്കാൾ ചെറിയൊരു വർധന ഇതിലുണ്ടെങ്കിലും തുകയുടെ വിതരണത്തിൽ ഇന്ത്യ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ വിദേശ നയം ഒരു റിയാലിറ്റി ചെക്ക് നടത്തുകയാണ്.